പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവാനുഗ്രഹമുള്ള ഈ അത്ഭുത ദേവാലയത്തിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവം ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിച്ച വ്യഭിചാരത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, ലഹരിയുടെ, തഴക്കദോഷങ്ങളുടെ, അനുസരണക്കേടിൻ്റെ, വിഭജനത്തിൻ്റെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ ദുരാത്മാക്കളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും യേശുനാമത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ ശക്തികളെ ബഹിഷ്കരിക്കാനുമാണ് ഈ പ്രാർത്ഥന. കർത്താവിൻ്റെ അധികാരം ഉപയോഗിച്ചുള്ള ഈ പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുള്ള പ്രാർത്ഥന, കർത്താവ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ട് തുടങ്ങിയ ഈ പ്രാർത്ഥന, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ പൗരോഹിത്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ നിയോഗങ്ങളെ തകർക്കാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പത്രോസ് പറയാറുള്ളത്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് സാത്താൻ ഇങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ ചുറ്റും അലറിക്കൊണ്ടിരിക്കുക. വെറുപ്പിൻ്റേത്, വിവേകമില്ലായ്മയുടേത്, പ്രാർത്ഥനയില്ലായ്മയുടേത്, നമ്മുടെ ആത്മാവിനെ കെടുത്തുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ആത്മഹത്യയിലേക്കും നിരാശ ജീവിതത്തിലേക്കും തള്ളിവിടുന്ന, ബന്ധങ്ങളുടെ തകർച്ചകളിലേക്ക് തള്ളിവിടുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് അറിയാതെ ചെന്ന് പെടുന്ന, ജീവിത പങ്കാളികൾ അറിയാതെ നടത്തുന്ന കാര്യങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, കടങ്ങൾ, ബാങ്കിലെ ലോണുകൾ, മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരീക്ഷയുടെ മേലുള്ള തടസ്സങ്ങൾ, വിജയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കപ്പിനും ചുണ്ടിനും കപ്പിനും ഇടയിൽ ഓരോ കാര്യങ്ങൾ വരും. ഇപ്പോഴൊരു സഹോദരൻ എന്നെ വിളിച്ചത്, ഒരു പരീക്ഷ പലവട്ടമായി അദ്ദേഹം എഴുതുന്നത്, ഇതാ കിട്ടും എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടാറില്ല. ഇതേപോലെ തന്നെ പലരുടെ ജോലി മേഖല, സന്തോഷം, ബന്ധങ്ങൾ എല്ലാം ശരിയാകും എന്ന രീതിയിൽ വരും. ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന പോലെ വരും. ഇതാ ഇപ്പം കിട്ടും, വലിയ പ്രതീക്ഷയാണ്, പക്ഷെ കിട്ടുന്നില്ല. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ല. ഇതൊരു പൈശാചിക പീഡയാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളം. കൂടോത്തരങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും കണ്ണുവെക്കലിൻ്റെയും സർപ്പദോഷങ്ങളുടെയും ചാവ് ദോഷങ്ങളുടെയും അതുപോലെ തന്നെ ശത്രുക്കളുടെയും അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ മൂലമാണെന്ന് വിശ്വസിക്കുന്നവരും അനേകരാണ്. നമ്മൾ കരുതേണ്ടതൊന്ന് മാത്രമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളേക്കാൾ ശക്തനാണ് കർത്താവായ യേശുവിൻ്റെ ശക്തി. ഇവറ്റകളേക്കാൾ അധികാരവും ബലവുമുള്ളത് യേശു നാമത്തിനാണ്. ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ, ആകുലപ്പെടേണ്ട, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നിങ്ങളുടെ പറമ്പിനെ സമർപ്പിക്കുക, വീടിനെ സമർപ്പിക്കുക, തൊഴിൽ സ്ഥാപനങ്ങളെ സമർപ്പിക്കുക, തൊഴിലിനെ സമർപ്പിക്കുക, മക്കളുടെ ജീവിതത്തെ സമർപ്പിക്കുക, സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുക. എല്ലാ അന്ധകാര ശക്തികളെയും, ദുഷ്ടാത്മ സംഘങ്ങളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുക. ചിലരുടെ ശരീരങ്ങളിൽ ഇങ്ങനെ വരുന്ന അലർജി രോഗങ്ങൾ, ചൊറിച്ചില്, ചൊറിഞ്ഞ് തടിക്കല്, വ്രണങ്ങൾ, അത് മരുന്ന് കഴിച്ചിട്ട് മാറാതെ ചിലപ്പോൾ ഉണങ്ങും, പിന്നെയും വരും. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഇതൊരു പൈശാചിക പീഡയാണ്. അല്ലായിരുന്നെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ അത് മാറണം. ചിലർക്ക് അകാരണ ഭയമാ, മാനസിക രോഗമാ,
വിഷാദ രോഗങ്ങൾ, സംശയ രോഗങ്ങൾ, അങ്ങനെ ഇത് ഭിന്നതയിലേക്കും ആത്മഹത്യയിലേക്കും വെറുപ്പിലേക്കും കുടുംബ തകർച്ചയിലേക്കും മദ്യപാനത്തിലേക്കും കൊണ്ടുപോകും. ചിലര് നമ്മുടെ ശരീരങ്ങളിൽ വരുന്ന തഴക്കദോഷങ്ങൾ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗഭോഗത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, നുണ പറയലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ, അങ്ങനെയുള്ള തഴക്കദോഷങ്ങളും പൈശാചിക പീഡയാണ്. കർത്താവ് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക, കർത്താവിൻ്റെ അധികാരം ഉപയോഗിക്കുക, യേശുവിൻ്റെ ഇന്നത്തെ വചനം ഉപയോഗിക്കുക. ആ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന, നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, കല്യാണങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ജോലിയെ തടസ്സപ്പെടുത്തുന്ന, പരീക്ഷ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന, പറമ്പിൻ്റെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന, പറമ്പ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്ന, കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥകളെ തടസ്സപ്പെടുത്തുന്ന, ചിലരുടെ വെള്ളം, ആ കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നല്ല വെള്ളം കാണുമ്പോൾ നല്ല വെള്ളമാണ്, പക്ഷെ മണവും അഴുക്കും അത് ഉപയോഗയോഗ്യമല്ലാത്തത്. പ്രിയപ്പെട്ട മക്കള്, ഇന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇവറ്റകളെ നമുക്ക് ബന്ധിക്കാൻ സാധിക്കും. ഈ കലഹത്തെ, ഈ സാത്താനെ, നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന, നിങ്ങളുടെ സമ്പത്തിനെ തകർക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഈ ദുഷ്ടാരൂപികളെയും ദുഷ്ടശക്തികളെയും ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്ന, വിടുതൽ കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന. ഇതിന്റെ സകലത്തിന്റെ അതിനാഥനായ രാജാവ്, ഈ സർവശക്തികളുടെ അധിപനായ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥതപ്പെടേണ്ട. ഒരു ചുവട് നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് വെക്കുമ്പോൾ 2 ചുവട് ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന, ഈ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ നിയോഗങ്ങളെ ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ തലയിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുക, നിങ്ങളുടെ കണ്ണുകളെ തൊട്ട് സുഖപ്പെടുത്തുക, നിങ്ങളുടെ ചെവികളെ തൊട്ട് സുഖപ്പെടുത്തുക, നിങ്ങളുടെ നെഞ്ചിനെ, ഹൃദയത്തെ തൊട്ട് സുഖപ്പെടുത്തുക, നിങ്ങളുടെ ശ്വാസം മുട്ടലും കിതപ്പും, നിങ്ങളുടെ നെഞ്ചിലെ കുത്തിയുള്ള വേദനകളും, ഹൃദയ സംബന്ധമായ രോഗങ്ങളും, അപസ്മാരങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറുക, ബഹിഷ്കരിക്കുക, ശാസിക്കുക. ഉദര സംബന്ധമായ രോഗങ്ങൾ, ലിവർ, കിഡ്നിയുടെ രോഗങ്ങൾ, വൻകുടലിൻ്റെ, ചെറുകുടലിൻ്റെ, വയറ്റിലെ പുണ്ണ്, ദഹനത്തിൻ്റെ, ഗ്യാസിൻ്റെ, പുളിച്ചുകെട്ടലിൻ്റെ ആ ദുരാത്മാക്കളെ ബന്ധിക്കുക, ബഹിഷ്കരിക്കുക. കാലുവേദന, അടിവയറ്റിലെ വേദന, ഗർഭപാത്രം ഇടിഞ്ഞു വരുന്നു, യൂട്രസ് കംപ്ലൈന്റ്, നിരന്തരം നിലക്കാത്ത തീരാത്ത രക്തസ്രാവത്തിന്റെ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കല്യാണം, ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് തടസ്സങ്ങൾ നേരിടുന്ന ദമ്പതികൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. അനവധി പേര് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി അതാ കുഞ്ഞിനെ ലഭിച്ചതിന് അനവധി സാക്ഷ്യങ്ങളാ, ജോലി കിട്ടിയതിന് അനവധി സാക്ഷ്യങ്ങളാ, പറമ്പിന്റെ കച്ചവടം നടന്നതിന് അനവധി സാക്ഷ്യങ്ങളാ, മകന്റെ വിജയങ്ങൾ, പഠന വിജയങ്ങൾ അനവധി സാക്ഷ്യങ്ങളാ, കടങ്ങൾ മാറുന്നത് അനവധി സാക്ഷ്യങ്ങളാ. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് വചനം ഇന്ന് കേൾക്കാം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാം, മഹത്വത്തിൽ അവന് സമനായി ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാ, അബ്രഹാമിന്റെ സന്തതികളാണ്, ദത്തെടുക്കപ്പെട്ടവരാണ്. ആയതിനാൽ നിങ്ങളെപ്പോലെ അനുഗ്രഹീതരായ ഒരു ജനം ഇനി വേറെ ഉണ്ടാവില്ല. അതാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ മാലാഖമാര് നിങ്ങൾക്ക് ചുറ്റും കാവലടിക്കും, കാവലുണ്ടാകും, നിങ്ങൾക്ക് സംരക്ഷണ കവചം ഒരുക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, അഗ്നിയെ ഇറങ്ങി വരണമേ, പെന്തക്കോസ്തേ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ
യേശുവിന്റെ ആത്മാവേ, അത്യുന്നതന്റെ ശക്തിയെ, സഹായകനെ, ഹോളി സ്പിരിറ്റ്, കം ലോർഡ്, കം ലോർഡ്, കം ലോർഡ്, കം ലോർഡ്, കം ലോർഡ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഈ ദൈവജനത്തെ പിടികൂടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും, എല്ലാ നെഗറ്റീവ് എനർജികളും, ആദിവ്യാധികളും, പൈശാചിക പീഡകളും, കൂടോത്രങ്ങളും, മന്ത്രവാദങ്ങളും, ആവിചാരങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്താൽ, യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താനെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. പൈശാചിക ശക്തികളെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, തടസ്സങ്ങളെ, തിന്മയുടെ അരൂപികളെ, ശാപങ്ങളെ, പൂർവിക ശാപങ്ങളെ, ആര് തന്നെ ആയിരുന്നാലും, ഏത് തരം എനർജി ആയിരുന്നാലും, ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്നും വിട്ടുപോകാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. സ്പിരിറ്റോ ഇംപൂറോ താച്ചി യേശുദ കോസ്ത പോപ്പലോ, അശുദ്ധാത്മാവേ ഈ മക്കളിൽ നിന്ന്, ഇവരുടെ പറമ്പിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോനീസിന്റെ നൊവേനയ്ക്കായും അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായും നിങ്ങളെ കോഴിക്കോട് ദൈവമാതാ കത്തീഡ്രൽ പള്ളിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, കോട്ടങ്ങളെല്ലാം മാറിപ്പോകാൻ യേശു നാമത്തിൽ ആജ്ഞാപിക്കുന്ന പ്രാർത്ഥനയാണ്. സാധിക്കുന്ന എല്ലാ മക്കളെയും കോഴിക്കോടേക്ക് ക്ഷണിക്കുന്നു. രാവിലെ 6:45 കുർബാന, അന്തോനീസിനാണ് എൻ്റെ നൊവേന, തിരുശേഷിപ്പ് 10, തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വഹിച്ചുകൊണ്ടുള്ള ആരാധന. പ്രിയപ്പെട്ട മക്കളെ, 10 മണിക്ക് ചെറിയൊരു ശുശ്രൂഷ, 11 മണിക്ക് കുർബാന, അന്തോനീസിനാണ് എൻ്റെ നൊവേന. അതിനുശേഷം വീണ്ടും ഈശ്വരനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 2 മണിക്കൂർ അതിശക്തമായ രാത്രി 8:30 മണി വരെ അതിശക്തമായ ഡെലിവറൻസിന്റെ, രോഗശാന്തിയുടെ പ്രാർത്ഥനകളാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നെയ്യാറ്റിൻകര ഉളാത്താങ്കര കൺവെൻഷൻ 9-ാം തീയതി ആരംഭിക്കുക. 9 മുതൽ 13 വരെ തീയതികളിലാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രദേശത്തുള്ള എല്ലാവരെയും അവിടുത്തെ അത്ഭുത പള്ളിയിലേക്ക്, ഉളാത്താങ്കരയിലെ പരിശുദ്ധ അമ്മയുടെ പള്ളിയിലേക്ക് നെയ്യാറ്റിൻകരയിൽ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അവിടെ അച്ഛൻ്റെ വചനം കേൾക്കാനും ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.